കിട്ടി എല്ലാരും വന്നിട്ടുണ്ട് ഗൈസ്. പാത്തുനെ നമ്മൾ ക്ഷണിച്ചു. പക്ഷെ പാത്തുന് നോമ്പില്ല ഗൈസ്. എങ്ങനെയുണ്ട്? മട്ടൻ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് 5ാമത്തെ നോമ്പാണ്. 4ാമത്തെ നോമ്പ് നമ്മൾ ഇട്ടിട്ടില്ല. അതിൻ്റെ ചെറിയൊരു പാർട്ടില്ലേടി അത് നമ്മൾ അപ്ലോഡ് ആക്കണതാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് നമ്മളെ വ്ളോഗർ പാത്തു, അതേമാതിരി ബാബു, ദിൽറുബ ഇവരൊക്കെ നമ്മളെ വീട്ടിലേക്ക് നോമ്പറക്കാൻ വരിക കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നിൽക്കണ ഇവിടേക്ക് അവർ നോമ്പറക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. അപ്പോൾ ഇന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് സമൂസ, മുട്ട സമൂസ, അതേമാതിരി അതിൻ്റെ ചിക്കന് കട്ട്ലേറ്റ് ഉണ്ടാക്കാമല്ലേ. പിന്നെ ഇത് സമൂസകളാട്ടോ. പിന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്യണം. ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. പിന്നെ പൊറോട്ടയും പിന്നെ കുറച്ച് പത്തിരിയും ഒക്കെ പാടിയിട്ട് ചെറിയൊരു നോമ്പ് തറ കൈ അല്ല കിട്ടി എല്ലാരും വന്നിട്ടുണ്ട് ഗൈസ്. ഫെബി അറിഞ്ഞിട്ടില്ല. ഫെബിൻ്റെ അടുത്ത് പോയൊക്കെ ദിൽഷാന്റെ അടുത്ത് ഫാ പഠിച്ചിക്കവന് മനസ്സിലായി. കട്ട്ലേറ്റ് ഉണ്ടാക്കുകയാണോ ചേച്ചി? ഗൈസ്, ഇവിടെ കട്ട്ലൈറ്റും വിത്ത് സമൂസൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് കേട്ടോ. ആരത്? ഇവിടെ തല്ലേ അടച്ചോനെ നിങ്ങള് നമ്മളെ വീട്ടിലെ പെർക്കലിനെ പാത്തുനെ നമ്മൾ ക്ഷണിച്ചു. പക്ഷെ പാത്തുന് നോമ്പില്ല ഗൈസ്. കട്ടടി പാത്തുന് നോമ്പുണ്ട് ഗൈസ്. എങ്ങനെ എന്താണ് നോമ്പറക്കാനുള്ള ഇങ്ങനെ 6:34 കറക്റ്റ് ബാങ്ക് കൊടുക്കൂലേ? 38-നല്ലേ? ചുമതിനുള്ളിൽ കയറി വരണം പോയി. അപ്പൊ ഗൈസ് എല്ലാരും നോമ്പുതാ, എല്ലാവർക്കും നോമ്പ്. ഇതാ പാത്തുന് നോമ്പ് ചേട്ടോ. അപ്പൊ ഗൈസ് ബാങ്ക് കൊടുക്കണ്ട്. അപ്പൊ കഴിച്ചോളേ. ബാങ്ക് ഏത് പള്ളിക്കന്നായാലും ഇപ്പൊ പള്ളിക്കന്ന് തന്നെ അല്ലേ? എല്ലാ അമ്പലത്തിൽ നിന്നൊന്നല്ലല്ലോ ബാങ്ക് കൊടുക്കണ. ഇപ്പൊ എല്ലാരും ഉണ്ട് ഗൈസ്. നമ്മളിവിടെ വന്നിട്ട് ഫസ്റ്റ് നോമ്പറക്കലാട്ടാ. സത്യം ഇവിടെ വന്നിട്ട് ഫസ്റ്റ് നോമ്പറക്കല. എങ്ങനെയുണ്ട്? ചിക്കനല്ലേ പറ്റിച്ചു ഫെബിന്റെ കട്ട്ലേറ്റ് ഇത് നോക്കാം. പപ്സിന്റെ ഫീലിങ്സ് മുട്ട മുട്ടുണ്ട്. ആത്മാർത്ഥമായി നോമ്പറക്കണം. അപ്പൊ ഗൈസ് ഇതാ എല്ലാരും നോമ്പ് പറഞ്ഞിട്ട് ഇതാ ഇരിക്കട്ടോ. ഹലോ ഗൈസ് പറഞ്ഞ പറയേ. അപ്പൊ ഗൈസ് ഞങ്ങള് നോമ്പറക്കാൻ വിളിച്ചുകാണ്ട് പണിയെടുപ്പിക്കുകയാണ് ബാബുവിനെ കൊണ്ട്.
അങ്ങനെ നമ്മളെ ചെമ്പ് പൊട്ടിച്ചിട്ടുണ്ട്. നമ്മളെ തീര് ഇവിടെ ഉണ്ട്. ബിരിയാണി ഉണ്ട്. സെറ്റാണ്. ഫുഡ് കഴിക്കാൻ നല്ല അടിപൊളി ബിരിയാണി, സപ്പുട്ടന്റെ ചിക്കൻ കറിയാണ്. ഇത് ഞാൻ കൂട്ടിയിട്ട് പറയട്ടെ. അങ്ങനെ ഗൈസ് നമ്മൾ നോമ്പർക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഇതാ നമ്മുടെ പാണക്കാട് എത്തിയിട്ടുണ്ട്. എല്ലാരും ഉറങ്ങി, ഒരു ഉറക്കൊക്കെ കഴിഞ്ഞു. ഇതിലൊക്കെ പെരു ഉറക്കം ഉറങ്ങിയാണ്. അതാ അപ്പൊ നമ്മള് പാണക്കാട് എത്തിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഗൈസ് പാണക്കാടില്ലേ, പാണക്കാട് എത്തിയിട്ട് സാധനം കഴിക്കണം. അടിപൊളി കാലിയായിട്ടാണ്. മട്ടൻ 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 2 മണിക്കൂറൊക്കെ സ്ലോ കുക്ക് എന്താണ് ബാബു എങ്ങനെ ഉണ്ടാക്കുന്നു പറഞ്ഞ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ. ഇത് ആദ്യം ഇങ്ങനെ തുടക്കുക. മനുഷ്യ അത് അങ്ങനെ ഒന്നല്ല ഉണ്ടാക്കല് അറിയിക്കാൻ വേണ്ടി. ഈ അരീസ് തന്നെയല്ലേ? അരീസ് എങ്ങനെ ഉണ്ടാക്കലേ? ഉണ്ടാക്കലാണല്ലേ. ഒരു കുക്കറിൽ നമ്മള് മറ്റേ ഇത് തിളപ്പിക്കും. ഗോതമ്പ് ഇപ്പൊ മാത്രം വേണ്ട. അതേമാതിരി അതിക്ക് ആടിടും. എന്നിട്ട് നിങ്ങൾ സ്ലോ കുക്ക് ചെയ്യും. അങ്ങനെ ഏറ്റവും ചെറിയ ഫ്ലോയില് 2-2.5 മണിക്കൂർ അതിലിട്ട് വേവും. ഗോതമ്പും ചിക്കനും കൂടി നെയ്യും കാര്യങ്ങളൊക്കെ ആദ്യം നല്ലോണം മിക്സ് ആക്കും. ആടൊക്കെ കാണില്ല. ആ മിക്സ് ആക്കി ഇതേപോലെ എല്ലാം മിക്സ് ആക്കും. ഇങ്ങനെ മിക്സ് ആക്കും. മിക്സ് ആക്കിയിട്ട് എല്ലാം മിക്സ് ആക്കിയിട്ട് നെയ്യ് വരും. നമ്മളെടുക്കാൻ നിങ്ങണേ ലിയ, നമ്മളെടുക്കാൻ നിങ്ങണേ. അയ്യോ വെരി നിങ്ങൾ ഇല്ലേ പാലത്തുമ്മക്ക് ഇല്ലേ? അപ്പൊ പാലത്തുമ്പ് കൂടി നടക്കട്ടോ. പെരു ഇരുട്ടാനിട്ട് ഗായ്സ്. എല്ലാരും എടി പൊട്ടത്തി വള്ളത്തിലല്ല എത്തുള്ളൂ അല്ലേ? വള്ളത്തിലല്ല എത്തുള്ളൂ. വെള്ളം കുടിച്ച് ചാവേണ്ടി വരും. സെന്റർ കോണോ ഉണ്ടോ? അവിടെ ഒന്നുമില്ല. വാ ഇങ്ങോട്ട് പേര്. ഇത് നല്ല ഇളക്കണ്ട്. മാപ്പിള പിടിച്ച ഇളക്കണ എന്താ ചോദിച്ചത്? അപ്പൊ ഇങ്ങനെ പോകുന്നുണ്ട് ഗൈസ്. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.